ആശങ്കകൾക്ക് ആക്കം കൂട്ടി ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇറാനുമായി ധാരണ നീട്ടാൻ പദ്ധതിയില്ല എന്ന ഹോർമൂസിന്റെ നിയന്ത്രണം സ്വന്തമാക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഇറാൻ ആവശ്യമായ നിബന്ധനകൾ അംഗീകരിക്കുന്നില്ലെന്നും ട്രംപ് ആരോപിച്ചു. ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമാകുന്നത് ഒരു മികച്ച ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ നേതൃത്വത്തിനെതിരെയുള്ള ട്രംപ് വിമർശനം ഉന്നയിച്ചു. പിന്നാലെ അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ലെന്നും കരയാക്രമണം നേരിടാൻ ഒരുക്കമാണെന്നും ഇറാൻ മറുപടി നൽകി. ഇതുവരെയുള്ള പ്രതിരോധ നീക്കത്തിന് പകരം ആക്രമണം വഴി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് IRGCയും വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും നിലപാട് കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ സമവായ നീക്കം പ്രതിസന്ധിയിലായി. ഹോർമൂസ് തുറക്കാൻ ഇരുപക്ഷവുമായും ആശയവിനിമയം തുടരുന്നതായി പാകിസ്ഥാൻ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന US അബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ നാവികർ നേരിടുന്ന കഠിനമായ ദുരന്തങ്ങളിൽ മാനസികാരോഗ്യ പ്രതിസന്ധിയും വലിയ രാഷ്ട്രീയ സൈനിക വിവാദങ്ങളും വഴിവെച്ചിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെ സൈനിക നടപടികളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്ന ഈ കപ്പലിലെ 5000-ഓളം വരുന്ന ജീവനക്കാർ 240-ലധികം ദിവസങ്ങളായി തുറമുഖങ്ങളിലായി ഇറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ കടലിൽ തന്നെ തുടരുകയാണ്. ഇത്രയും ദീർഘകാലം വിമാനവാഹിനി കപ്പൽ കടലിൽ തുടരുന്നത് സമീപകാല ചരിത്രത്തിലെ അപൂർവ സംഭവം തന്നെയാണ്. ശുചിത്വമില്ലായ്മ, ശുചിമുറികളുടെ തകരാറുകൾ, അതുപോലെ തന്നെ മലിനമായ കുടിവെള്ളം, പുതിയ ഭക്ഷണത്തിന്റെ രൂക്ഷമായ ക്ഷാമം തുടങ്ങി കഠിനമായ സാഹചര്യങ്ങളാണ് കപ്പലിൽ നിലനിൽക്കുന്നത് എന്ന് സൈനിക പ്രസിദ്ധീകരണങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ മാസങ്ങളായി കപ്പൽ സേവനങ്ങൾ തടസ്സപ്പെട്ടതിനാൽ വീട്ടുകാർ അയച്ച പെട്ടികൾ പോലും നാവികർക്ക് ലഭിക്കുന്നില്ല. ഇത്തരം ദുരിതങ്ങൾ നാവികരിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുകയും ചില നാവികർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രഭാതം കാണാൻ താൻ ജീവിച്ചിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നതായി കപ്പലിലെ ഒരു നാവികർ ഭാര്യയ്ക്ക് സന്ദേശം അയച്ച സംഭവം സാന്റിയാഗോയിൽ നടന്ന യോഗത്തിൽ ഉയർന്നുവന്ന സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. എന്നാൽ തിരികെ മടങ്ങാനാകും എന്ന കാര്യത്തിൽ വ്യക്തമാക്കില്ല എന്നും നാവികരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വിമാനവാഹിനി കപ്പൽ വിന്യാസം 6 മാസത്തോടടുത്ത് നീണ്ടു നിൽക്കുന്നതാണ് എന്നും അതിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള തുറമുഖ സന്ദർശനങ്ങൾ ഉൾപ്പെടുമെന്നും ഈ വിരമിച്ച വൈസ് അഡ്മിറൽ റോബർട്ട് മുറൈറ്റ ചൂണ്ടിക്കാട്ടി. ലിങ്കൺ കപ്പൽ തുടർച്ചയായി യുദ്ധമേഖലയിൽ തന്നെ പ്രവർത്തിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കൾ വിഷയത്തിൽ പെന്റഗണിനോട് അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടു. കൃത്യമായ യുദ്ധാസൂത്രണം, ഭരണകൂടത്തിന്റെ യുദ്ധാസൂത്രണത്തെയും നാവികരോടുള്ള നിലപാടിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തിയത്. അരിസോണയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെൻട്രൽ റൂബൻ ഗലേഗോ ABC ന്യൂസിന്റെ ദിസ് വീക്ക് പരിപാടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 3 ദിവസം മുമ്പ് ഒരു ലിങ്കൺ ക്രൂ അംഗത്തിന്റെ പങ്കാളിയോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാണ് നിലവിലെ പ്രശ്നം. ഇവിടെയുള്ള വളരെ ആഴത്തിലുള്ള പ്രശ്നം എന്തെന്നാൽ ഈ ഭരണകൂടം ഈ യുദ്ധത്തിനായി പദ്ധതി ഇട്ടിരുന്നില്ല. ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന് പദ്ധതി ഇട്ടിരുന്നില്ല. കൂടാതെ ഈ യുദ്ധം എങ്ങനെ വഷളാകുമെന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നുമില്ല എന്നാണ് US സൈനിക വെറ്ററായ മേരിലാൻഡ് ഗവർണർ വെസ്റ്റ് മൂവ് CNN-ന്റെ ദി സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പരിപാടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം എന്നെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അത് നമ്മെ എല്ലാം ദേഷ്യം പിടിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരിക്കലും മുന്നണിയിൽ പ്രവർത്തിക്കാത്തതിനാലും ഒരിക്കലും യൂണിഫോം ധരിക്കാത്തതിനാലും ഈ രാജ്യത്തിനായി ത്യാഗം സഹിക്കാത്തതിനാലും അതിന് തയ്യാറുള്ള ആളുകളോട് അദ്ദേഹം കൂടുതൽ സഹതാപം കാണിക്കുമെന്നും ഈ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ തയ്യാറുള്ള കുടുംബങ്ങളോട് കൂടുതൽ സഹതാപം കാണിക്കുമെന്നും പ്രതീക്ഷിച്ചു. ഭരണകൂടത്തിന്റെയും നാവികസേനയുടെയും വിശദീകരണം പക്ഷെ വരുന്നത് ഉയർന്നു വന്ന വിമർശനങ്ങളെയും റിപ്പോർട്ടുകളെയും ട്രംപ് ഭരണകൂടവും നാവികസേനയും പ്രതിരോധിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. എന്തായാലും രൂക്ഷമായാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.